ഗുഡ് മോർണിംഗ്. ജനിക്കുന്നതിന് മുൻപ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഒരു കോടീശ്വരൻ്റെ കുടുംബത്തിൽ ജനിക്കണമെന്നായിരുന്നു. മിനിമം ടാറ്റയുടെയോ ബിർളയുടെയോ കുടുംബത്തിൽ. അതുപോലെ തന്നെ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന, എല്ലാ നിയമങ്ങളും പാലിക്കുന്ന ഒരു മതത്തിൽ ജനിക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞാൻ ജനിച്ചത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലാണ്, പത്മനാഭൻ്റെ നാട്ടിൽ, അതും ഒരു ഹിന്ദു കുടുംബത്തിൽ. എനിക്ക് വിഷമം ഉണ്ടായിരുന്നു ചെറുതിലെയൊക്കെ. പക്ഷേ ഞാൻ എനിക്കൊരവകാശമുണ്ട്, എല്ലാത്തിനെയും എതിർക്കാം. എനിക്കിഷ്ടമില്ലാത്ത ആചാരങ്ങളെ ഞാൻ എതിർത്തു. ഒരു പെൺകുട്ടി ആദ്യമായിട്ട് ഋതുമതിയാകുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ഞാൻ നിരസിച്ചു. എന്നെ ആരും ഒന്നും പറഞ്ഞില്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോൾ ഇങ്ങനെ പലഹാരങ്ങൾ കൊടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതൊക്കെ ഞാൻ നിരസിച്ചു. അതിനും ആരും എന്നെ ഒന്നും പറഞ്ഞില്ല. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും എനിക്കെതിരല്ലായിരുന്നു. അവരും അതുതന്നെ ഫോളോ ചെയ്യുന്നവരായിരുന്നു. ഞങ്ങൾ പ്രകൃതിയിലെ എല്ലാത്തിനെയും ആരാധിച്ചു. പ്രത്യേകിച്ച് കല്ലിനെയും മരത്തെയും ഒക്കെ ആരാധിച്ചു. അതിലൊക്കെ ഒരു ദൈവാംശമുണ്ടെന്ന് വിശ്വസിച്ചു. എല്ലാത്തിലും ദൈവാംശം കാണുന്ന ഒരു മതത്തിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ ആചാരങ്ങളെ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനും വേണമെങ്കിൽ നിരസിക്കാനും ഉള്ള ഒരു അധികാരമുണ്ടായിരുന്നു. എന്നെ ആരും കെട്ടിയിട്ടില്ല. അതായത് കെട്ടിയിട്ട് ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഗ്രാജ്വലായിട്ട് ഞാൻ ഇതിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളായ ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിനകത്ത് നിരീശ്വരവാദവും ഉണ്ടായിരുന്നു. മഹത്തായ പല ചരിത്രവും നമുക്കുണ്ട്. ഒരാൾ വരുമ്പോൾ ഞാൻ എണീക്കുന്നു. എന്തിനാണ്? അയാളെ കണ്ടിട്ടല്ല, അയാളുടെ ഉള്ളിലെ ബ്രഹ്മത്തെ, ദൈവത്തെ വന്ദിക്കുന്നതിനാണ് ഞാൻ എണീക്കുന്നത്. അങ്ങനെ പലതരം നല്ല ശീലങ്ങളുള്ള, അതേസമയം എനിക്കെന്തും ചെയ്യാൻ അവസരമൊരുക്കി തരുന്ന ഒരു മതത്തിൽ, അതും ഭാരതത്തിൽ ജനിച്ചതിന്, ഇത്രയും ഡൈവേഴ്സിറ്റിയുള്ള ഒരു രാജ്യത്ത് ജനിച്ചതിന് ഞാൻ പരമശക്തനോട് നന്ദി പറയുന്നു.